അത്രയ്ക്ക് മഴയൊന്നും ഉണ്ടായില്ല കേട്ടോ. ഒരു 11-11:30 ആയപ്പോഴൊക്കെ ഈ ഒരു അവസ്ഥയായിരുന്നേ. കുറച്ചൊക്കെ ഒന്നൊരു വെളിച്ചം വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാമെന്നുള്ള പ്ലാനായി. എന്തായാലും നമുക്കൊന്ന് ബാങ്കിൽ വരെ പോകണം എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ പോകാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ റെഡി ആയത് ഇറങ്ങി. അപ്പോൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മതിൽമ കണ്ട ഒരു കുഞ്ഞി പൂച്ചക്കുട്ടിയാണേ. നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് നമ്മൾ എവിടേക്ക് പോകാമെന്നുള്ള പ്ലാനൊക്കെ ആയിരുന്നു. മാമൻ്റെ വീട്ടിലൊക്കെ പോയി പിള്ളേരൊക്കെ കൊണ്ടുപോയി ഒന്ന് കറങ്ങാൻ പോകാം എന്നുള്ളൊക്കെ പ്ലാനായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ബാങ്കിൽ പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ മണ്ണുത്തി ബാങ്കിൽ ഇറങ്ങി. പക്ഷേ നമ്മുടെ കാര്യം അവിടെ കൊണ്ട് നടന്നില്ല. അവർ വേറൊരു ബ്രാഞ്ചിലേക്ക് നമ്മളോട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ വീണ്ടും നമ്മൾ തൃശ്ശൂർ റൗണ്ടിലൂടെ ഒക്കെ പോയി ഷൊർണൂർ റോഡിലുള്ള ഒരു ബാങ്കിലേക്കായിരുന്നു അവർ പോകാൻ പറഞ്ഞത്. ഞങ്ങളത് അവിടേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ബാങ്കിലെത്തി. ബാങ്കിൽ നിന്ന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടുത്തെ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനോടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. വീണ്ടും ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. വീണ്ടും വെയിറ്റിംഗ് തന്നെയായിരുന്നു. അങ്ങനെ ആ സമയത്ത് കിടന്ന് ഒരാൾ ഉറങ്ങുമായിരുന്നേ. അതാണിപ്പോൾ കണ്ടത്. അങ്ങനെ ലാസ്റ്റ് ഒരു 4:15 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി. 10 മിനിറ്റ് കൊണ്ട് പോയി വരാമെന്ന് പറഞ്ഞ നമ്മളാണേ. ഇത് 4:15 2-2.5 മണിക്കൂറായിരുന്നു ബാങ്കിൽ പോയിട്ട്. ഇപ്പോഴാണ് തിരിച്ചു വരണേ. ഇപ്പം നേരെ ഇത് വീട്ടിൽ പോവാം. അങ്ങനെ കറങ്ങാൻ പോകാന്നുള്ള പ്ലാൻ അവിടെ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഒരു 4:30 ആകുമ്പോൾ ഹരിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ പിള്ളേർ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ എങ്ങോട്ടേക്കും പോകാനുള്ളൊരു ടൈം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം ഒരാൾ നോക്കിയിരിപ്പുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ വീട്ടിലെത്തി ഞാൻ റൂമിൽ പോയി. പിള്ളേരുള്ളത് കൊണ്ട് ഹരി ക്ലാസ് എടുക്കാനും പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.